ഹായ് ഹലോ ഫ്രണ്ട്സ്, മോഡേൺ ഫാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ചിത്രയിൽ ചെയ്ത ഒരു വീട്ടിലെ ഫുൾ വർക്ക് വീഡിയോ ആണ്. ഇവിടുത്തെ കിച്ചണും വർക്ക് ഏരിയയും നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഇവിടെ പൂർണ്ണമായിട്ടും ഫെറോസ്ലൈവ് ഉപയോഗിച്ചിട്ടാണ് കിച്ചണും വർക്ക് ഏരിയയും ബെഡ്റൂം വാർഡ്രോബ്സും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാർഡ്രോബ്സ് പൂർണ്ണമായിട്ടും ഫെറോസ്ലൈവ് ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ പാർട്ടിഷൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ കവറിംഗ് ആണ്, ഫ്രണ്ട് കവറിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ഫെറോസ്ലേവ് കൊണ്ട് ചെയ്ത പാർട്ടിഷൻ ആണെന്ന് തോന്നിക്കാത്ത വിധമാണ് ഇവിടെ കിച്ചണും വർക്ക് ഏരിയയും അതേപോലെ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം വാർഡ്രോബ്സും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്ലെക്സിബോണിൻ്റെ പ്രീമിയം ഷീറ്റാണ് ബെഡ്റൂം വാർഡ്രോബ്സിനായിട്ട് സെറ്റ് ചെയ്തത്. ഇതിൻ്റെ സൈഡ് കവറിംഗ് ഒക്കെ റൂട്ട് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സൈഡിലെയും പിന്നെ അതേപോലെ തന്നെ മുകൾ ഭാഗത്ത് വരുന്ന ആ ഒരു ക്യാബിനും റൂട്ട് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തത്. വുഡ് ആൻഡ് ബീച്ച് കളറിൽ വരുന്ന ആ ഒരു കോമ്പിനേഷനിലാണ് ഇവിടുത്തെ വാർഡ്രോബ് മുഴുവനായിട്ടും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഡോറ് ഹാങ്കറിങ്ങും ഒരു ഡോറ് ഈക്വൽ തട്ടിലായിട്ടാണ് ഫെറോസ്ലേവ് പാർട്ടിഷൻ ചെയ്തത്. വളരെ പ്രീമിയം ലുക്കിലാണ് ഇവിടുത്തെ ഫെറോസ്ലേവ് പാർട്ടിഷൻ ചെയ്തിരിക്കുന്നത്. ഫിക്സ്മോറിന്റെ സോഫ്റ്റ് ഗ്ലോസ് hinges ആണ് ഈ ഒരു വീട്ടിലെ എല്ലാ വർക്കിനും യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ ഒരു വാർഡ്രോബിന്റെ ഫൈനൽ ലുക്ക്. സൈഡിലൊക്കെ റൂട്ട് ചെയ്തതിനാൽ തന്നെ ഒരു പ്രീമിയം ലുക്ക്, ഈ ഒരു ബോക്സ് ടൈപ്പ് ആയിട്ടൊക്കെ ചെയ്യുന്ന ആ ഒരു പ്രീമിയം ലുക്ക് ഈ ഒരു വാർഡ്രോബിന് കിട്ടുന്നുണ്ട്. ഇതാണ് ഈ ഒരു വീട്ടിലെ മറ്റൊരു ബെഡ്റൂം വാർഡ്രോബ്സ്. ഇവിടെയും ഫെറോസ്ലേവ് ഉപയോഗിച്ച് ഒരു ഡോറ് ഈക്വൽ തട്ടിലും ഒരു ഡോറ് ഹാങ്കറിങ്ങിനായിട്ടും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയയും കൂടി ചെയ്തിട്ടുണ്ട്. സിറ്റിംഗ് ഏരിയയിൽ അടിഭാഗത്തും കൂടി കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാർഡ്രോബ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. ഇവിടെ ഒരു ഡോറും ഒരു പ്രോ ലിഫ്റ്റ് ഡോറും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോടുകൂടെ തന്നെ ഒരു ഓപ്പൺ ഭാഗവും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു. ഒരു ഫുൾ റൂട്ട് ചെയ്ത് കവർ ചെയ്തിട്ടാണ് ഈ ഒരു ഓപ്പൺ ഭാഗം സെറ്റ് ചെയ്ത് കൊടുത്തത്. ഇതാണ് ഈ ഒരു ബെഡ്റൂം വാർഡ്രോബ്സിന്റെ ഫൈനൽ ലുക്ക്. ഇവിടെ തന്നെ മറ്റൊരു ബെഡ്റൂം വാർഡ്രോബ്സ് ആണ് ഇത്. ഇവിടെ 3 ഡോറിലായിട്ടാണ് ഫെറോസ്ലേവ് പാർട്ടിഷൻ ചെയ്തത്. 2 ഡോറ് ഈക്വൽ തട്ടിലും ഒരു ഡോറ് ഹാങ്കറിങ്ങിനായിട്ടും. അതുകൂടാതെ തന്നെ ഒരു മുകൾ ഭാഗത്തായിട്ട് ഒരു ക്യാബിനും കൂടി ഇവർ ഫെറോസ്ലേവിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2 ബെഡ്റൂം വാർഡ്രോബ്സും എങ്ങനെയാണോ സെറ്റ് ചെയ്തത് അതേപോലെ തന്നെയാണ് ഈ ഒരു കബോർഡും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തത്. ഇനി ഒരു വാർഡ്രോബ്സിന്റെ ഫൈനൽ ലുക്ക് നമുക്ക് നോക്കാം. വുഡ് ആൻഡ് ബീച്ച് കളർ വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു പാറ്റേൺ വരുന്നത് കൊണ്ട് തന്നെ ഒരു പ്രീമിയം ലുക്ക്, സാധാരണ ചെയ്യുന്നതിനേക്കാൾ ഒരു പ്രീമിയം ലുക്ക് ഈ ഒരു കബോർഡിന് കിട്ടുന്നുണ്ട്.
ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഇതേപോലെ റൂട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ, ഫ്രെയിംലെസ് ആയിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് വാർഡ്രോബ്സുകളൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഇവിടുത്തെ TV യൂണിറ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടുത്തെ TV യൂണിറ്റ് പൂർണ്ണമായും സെറ്റ് ചെയ്തിരിക്കുന്നത് WPC ഉപയോഗിച്ചിട്ടാണ്. WPCയിലാണ് ഇതിൻ്റെ അടിഭാഗത്തെ ബോക്സും സൈഡിൽ വരുന്ന ആ ഒരു ഓപ്പൺ ബോക്സും സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. മുകൾ ഭാഗത്തെ ഹെഡും WPC ബോർഡിലാണ് സെറ്റ് ചെയ്തത്. WPC ആൻഡ് അലുമിനിയം ഫ്രെയിം ഉപയോഗിച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് കൊടുത്തത്. വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്നത് ലൂവർ പാനലാണ്. ഇതാണ് ഈ ഒരു TV യൂണിറ്റിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇനി ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത് പർഗോള സെറ്റിംഗ് ആണ്. ഇവിടെ ഓപ്പൺ പർഗോള സെറ്റിംഗ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അലുമിനിയം ഫ്രെയിം ആണ്. വുഡ് ഫിനിഷിംഗിൽ വരുന്ന അലുമിനിയം ആണ് അതിനായിട്ട് യൂസ് ചെയ്തത്. ഈ ഒരു അലുമിനിയത്തിൽ ഇഞ്ചസ് സെറ്റ് ചെയ്തതിന് ശേഷം ആ ഇഞ്ചസ് നേരിട്ടാണ് ഈ ഒരു വാളിലോട്ട് ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തത്. സാധാരണ അവിടെ ഒരു അലുമിനിയം ചാനൽ ഉപയോഗിച്ച് ആ ഒരു ചാനലിലേക്കാണ് ഹിഞ്ചസ് സെറ്റ് ചെയ്യാറുള്ളത്. ഇവിടെ അതിനുള്ള ഗ്യാപ്പ് ഇല്ലാത്തതിനാലാണ് നേരിട്ട് ആ ഒരു ചുമരിലോട്ട് വാളിലോട്ട് ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തത്. ഇതാണ് ഈ ഒരു പർഗോള സെറ്റിങ്ങിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ ഇവിടെ സ്റ്റെയർ കേസിൻ്റെ മുകളിലായിട്ട് ഒരു സിറ്റിംഗ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കവറിങ്ങും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് സിമ്പിളായിട്ട് 4 ഡോറിലായിട്ടാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.